at least one tear, just shed it to tell him, I really need you. നിങ്ങളുടെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് പറയാമോ, പരിശുദ്ധാത്മാവേ എനിക്ക് അങ്ങേ വേണം. Come on, people, tell him, Holy Spirit, I need you. I have gone away from you. I have done things independent. കർത്താവേ, പലതും സ്വതന്ത്രമായി ചെയ്ത് ഞാൻ അങ്ങിൽ നിന്ന് മാറിപ്പോയി. I wanted to do the things in my way. ഞാൻ എൻ്റെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാനായി ആഗ്രഹിച്ചു പോയി. But I'm coming back to you, Lord. എന്നാൽ ഇന്ന് ഞാനിത് മടങ്ങി വരികയാണ്. Staten Island, come back to the Holy Spirit. Staten Island, പരിശുദ്ധാത്മാവിലേക്ക് മടങ്ങി വാ. Cairns, come back to the Holy Spirit. പരിശുദ്ധാത്മാവിലേക്ക് മടങ്ങി വാ. Brooklyn, come back to the Holy Spirit. Brooklyn, പരിശുദ്ധാത്മാവിലേക്ക് മടങ്ങി വാ. New Jersey, come back to the Holy Spirit. New Jersey, പരിശുദ്ധാത്മാവിലേക്ക് മടങ്ങി വാ. Pennsylvania, come back to the Holy Spirit. Pennsylvania, പരിശുദ്ധാത്മാവിലേക്ക് മടങ്ങി വാ. I have never preached like this in my life. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഇതുപോലെ പ്രസംഗിച്ചിട്ടില്ല. This topic like this I have never preached. ഈ ഒരു ടോപ്പിക് ഇതുപോലെ ഞാൻ ഒരിക്കലും പ്രസംഗിച്ചിട്ടില്ല. I know God has a purpose behind this. ഇതിന്റെ പുറകിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ടെന്ന് ഞാൻ അറിയുന്നു. He wants to revive the churches here. ഇവിടെയുള്ള സഭകളെ ഉണർത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നു. He wants to revive the prayer groups here. ഇവിടെയുള്ള പ്രാർത്ഥന കൂട്ടായ്മകളെ ഉണർത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നു. He wants to revive all the ministers here. ഇവിടെയുള്ള ഓരോ ശുശ്രൂഷകന്മാരെ ആത്മാവിൽ ഉണർത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നു. He wants to revive all the Sunday school teachers here. ഇവിടെയുള്ള ഓരോ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെ ആത്മാവിൽ ഉണർത്തുവാൻ He wants to revive every worship leader here. ഇവിടെയുള്ള ഓരോ ആരാധന നയിക്കുന്നവരെ ഉണർത്തുവാൻ. That's why he came to this earth. അതിനുവേണ്ടി അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. The Holy Spirit says, if you give yourselves to me, I will give myself to you. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുകയാണ്, നീ നിന്നെ തന്നെ എനിക്ക് നൽകുകയാണെങ്കിൽ ഞാൻ എന്നെ തന്നെ നിനക്കായി നൽകാൻ പോവുകയാണ്. I will start winning souls through you. നിന്നിലൂടെ ഞാൻ ആത്മാക്കളെ നേടിയെടുക്കാൻ പോവുകയാണ്. I will heal the sick people through you. നിന്നിലൂടെ ഞാൻ രോഗികളെ സൗഖ്യമാക്കാൻ പോവുകയാണ്. You will start seeing unprecedented things in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ കാണാനായി പോവുകയാണ്. And if you are in trouble, if you are in pain, I am ready to comfort you. നിങ്ങൾ ഒരു വേദനയിലൂടെ പോവുകയാണ്, പ്രശ്നത്തിലൂടെ പോവുകയാണെങ്കിൽ നിന്നെ ആശ്വസിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് മകനെ. I will give my shoulder to cry upon, the Holy Spirit says. പരിശുദ്ധാത്മാവ് പറയുകയാണ്, എന്റെ തോളുകളിൽ നിനക്ക് തേങ്ങി കരയുവാനായി ഞാൻ വിട്ടുതന്നിരിക്കുകയാണ്. If you go astray from the path of God, I will guide you, I will take you back. നിങ്ങൾ ദൈവത്തിന്റെ വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോയെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ നിന്നെ നേരായ വഴിയിലേക്ക് മടക്കി കൊണ്ടുവരികയാണ്. I will be your helper from today. ഇന്നു മുതൽ ഞാൻ നിന്റെ സഹായിയായിരിക്കും. I will be your assistant from today. ഞാൻ ഇന്നു മുതൽ നിനക്കൊരു സഹോദരിയെ പോലെ. I will be your supporter from today. ഇന്നു മുതൽ ഞാൻ നിന്നെ ഒരു സപ്പോർട്ടറായി പ്രവർത്തിക്കും. I will be your strengthener today. ഞാൻ നിന്നെ ശക്തീകരിക്കുന്നവനായി നിൽക്കാൻ പോവുകയാണ്. I will strengthen you in an invisible way. ഒരിക്കലും ആർക്കും കാണാത്ത അദൃശ്യനായി നിന്നുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കാൻ I പോവുകയാണ്. will give you unusual power walking in your life. അസാധാരണമായ ശക്തി തന്നെ ഞാൻ നിന്നെ നടത്താനായി പോവുകയാണ്. I will draw people to you so that you can draw people to the Savior. ഞാൻ നിന്റെ അടുക്കിലേക്ക് ജനങ്ങളെ ആകർഷിക്കും, നീ ജനങ്ങളെ പിതാവിലേക്ക് ആകർഷിക്കാൻ പോവുകയാണ്. Everything in heaven I will download into your life if you embrace me tonight. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ ഒന്ന് കെട്ടിപ്പുണരാമോ ദൈവമക്കളെ?
success. പരിശുദ്ധാത്മാവ് പറയുന്ന രാത്രി പരാജയപ്പെട്ട് കിടക്കുന്ന ചിലരുണ്ട്. അവരെ കർത്താവ് വിജയത്തിലേക്ക് തിരിക്കാൻ പോകുകയാണ്. Every failure the Lord is turning into success and victory. ഇന്ന് രാത്രി സകല പരാജയങ്ങളെ അത് വിജയത്തിലേക്ക്, അത് ജയത്തിലേക്ക് കർത്താവ് All കൊണ്ടുവരികയാണ്. your trials are going to become a testimony for the Lord. ഇന്ന് നിന്റെ സകല പരീക്ഷണങ്ങൾ നാളെ നിങ്ങൾക്കൊരു സാക്ഷ്യമായി മാറുകയാണ്. Hallelujah. If you're going through in a misery, the Lord is going to give you a message out of that to give to the perishing world. ഇന്ന് ആകെ ചവറ്റുകൂലപോലെ നിൽക്കുന്ന നിന്റെ ജീവിതമാണെങ്കിൽ അത് നാളെ ദൈവം നിനക്കൊരു സന്ദേശമായി അനേകായിരങ്ങളോട് പറയാനായി നിൽക്കുകയാണ്. Your life will never be a garbage box for the devil to put everything into your life, every negative thing into your life, but instead your life is going to become a vessel for honor and noble purposes. The Lord is going to honor you and honor your future. ഓർക്കുക, ഇന്നു മുതൽ നിന്റെ ജീവിതം എന്നുള്ളത് സകല കഷ്ടതയും സകല നിരാശയും സകല വേദനയും സാത്താന്റെ സകല തന്ത്രങ്ങളും ഇടുവാനുള്ള ചവറ്റുകൂലിയല്ല നിന്റെ ജീവിതം. ഇന്നു മുതൽ നിന്റെ ജീവിതം ദൈവത്തിന്റെ മാനപാത്രമായി The glory of the risen Lord coming on you. ദൈവത്തിന്റെ തേജസ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുവിന്റെ തേജസ് ഈ ഓഡിറ്റോറിയത്തിൽ നിൽക്കുന്ന ഞാൻ കാണുന്നു. Every dead spirit is being shifted right now. എല്ലാ മരിച്ച ആത്മാക്കളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ജീവൻ പ്രാപിക്കട്ടെ. God is giving a rebirth experience. ഇന്ന് രാത്രി ഒരു വീണ്ടും ജനന അനുഭവത്തേക്ക് നൽകുകയാണ്. The wind of the Holy Spirit is moving. പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നമ്മുടെ നടുവിൽ ചലിക്കുകയാണ്. This is not Katrina or Sandy or any other destructive wind, but this wind can give you life. നിങ്ങളെ തകർത്ത് കളയുന്ന ഒരു കത്രീനയോ ഒരു സാൻഡിയുടെ കാറ്റോ അല്ല, പകരം നിന്നെ പണിയുന്ന നിന്നെ ജീവിപ്പിക്കുന്ന ജീവന്റെ ആത്മാവിന്റെ കാറ്റ്. Hallelujah! ഹല്ലേലൂയ. Oh my God! I'm crazy for Jesus. യേശുവിന് വേണ്ടി ഞാൻ പ്രാർത്ഥനമായി I'm ആവശ്യപ്പെടുന്നു. crazy for Jesus. യേശുവിന് വേണ്ടി പ്രാർത്ഥനാവശ്യത്തോടെ You can call me a madman. I don't care because I'm full of the Holy Spirit. നിങ്ങൾക്ക് ഒരുപക്ഷേ എന്നെ ഭ്രാന്തൻ എന്ന് വിളിക്കാം, പക്ഷേ എനിക്കത് പ്രശ്നമില്ല. ഞാൻ പരിശുദ്ധാത്മാവിൽ മഗ്നനായ വ്യക്തിയാണ്. Even the family members of Jesus called him, he has lost his mind, but he was full of the Holy Spirit. തന്റെ കുടുംബാംഗങ്ങൾ യേശുവിനെ വിളിച്ചത് അവൻ നല്ല ഒരു മനസ്സുള്ളവനല്ല, നല്ല രീതിയിലുള്ളവനല്ലെന്ന് പറഞ്ഞു, പക്ഷേ അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായിരുന്നു. Somebody shout hallelujah. ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറയണം. Somebody lift your hand and say, Lord, I love you, Jesus. കൈകളുയർത്തി ചേർന്ന് പറയാമോ? എല്ലാവരും ചേർന്ന് പറയാമോ? Children, shout hallelujah. I love you, Jesus. Now this is the time you can fall in love with Jesus. ഈ സമയത്ത് യേശുവുമായി ഒരു അഗാധമായ പ്രണയത്തിലേക്ക്, സ്നേഹബന്ധത്തിലേക്ക് വരുവാനുള്ള സമയമാണ്. If you want to fall in love with anyone, fall in love with the most handsome person, the Lord Jesus Christ. നിങ്ങൾക്ക് ആരെങ്കിലുമായിട്ട് പ്രണയിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ലോകത്തിൽ കാണാവുന്നതിൽ വെച്ച് ഏറ്റവും സുന്ദരനായ ഒരുവൻ, പതിനായിരങ്ങളിൽ സുന്ദരൻ, യേശുവുമായി പ്രണയത്തിലാവുക. If you want to have a boyfriend, have Jesus as your boyfriend. നിങ്ങൾക്കൊരു ബോയ്ഫ്രണ്ടിനെ വേണമെങ്കിൽ പറയാം, ഏറ്റവും നല്ല ബോയ്ഫ്രണ്ട് യേശുവിനെ തന്നെ പ്രാപിച്ചെടുക്കുക. Thank you, Lord. I love you, Holy Spirit. I love you. Holy Spirit. Thank you. Thank you. We love you, Lord. Love This you. Holy Spirit will be an advocate in your life. ഈ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരായി നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. He'll be a lawyer in your life because he knows God's law, the law of the land, and every other law. നോക്കൂ, അവൻ നിന്റെ ജീവിതത്തിൽ ഒരു വക്കീലായി നിൽക്കും. കാരണം ഈ ലോകത്തിലെ ഓരോ രാജ്യത്തിലെയും നിയമങ്ങളും നിയമ സംഹിതകളും അവന് വ്യക്തമായിട്ട് He അറിയാം. will never leave you nor forsake you. അവൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. Once he comes, he will never go back. ഒരിക്കലും അവൻ നിന്റെ അകത്തേക്ക് വന്നാൽ ഒരിക്കലും നിന്നെ അവൻ ഉപേക്ഷിച്ചിട്ട് പോവുകയില്ല. But do not grieve the Holy Spirit. പക്ഷേ ഒരിക്കലും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതേ. Holy Spirit. Holy Spirit. My God, I love you. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ. Holy Spirit, I love you. പരിശുദ്ധ
പരിശുദ്ധാത്മാവേ അങ്ങേ സ്തുതിക്കുന്നു. How many of you will lift up your left hand and right hand and tell him, Lord Jesus, I love you. ഇടത്തെ കൈയും വലത്തെ കൈയും ഉയർത്തിയിട്ട് എത്ര പേർ യേശുവിനോട് പറയും, ജീസസ് I love you. I need the grace of my Lord Jesus Christ every day, Monday, Tuesday, Wednesday, Thursday, Friday, Saturday and Sunday. Every day I need the grace of the Lord Jesus. ദൈവമേ, ഓരോ ദിവസവും നിങ്ങൾ ചൊവ്വാമൊഴി, Yeah. ശനി, ഞായർ, Yes. എല്ലാ ദിവസവും I need your grace. എനിക്ക് അങ്ങയുടെ കൃപ വേണം കർത്താവേ. Somebody shouting, Lord, I need your grace, എത്ര Lord. പേർ കൈകൾ ഉയർത്തിയിട്ട് പറയും, യേശുവേ, വിളിക്കാൻ തുടങ്ങിയാൽ യേശുവേ, എനിക്ക് അങ്ങയുടെ കൃപ വേണം കർത്താവേ. Come on, everybody. Come on, എല്ലാവരും everybody. ചേർന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞേ, യേശുവേ, എനിക്ക് അങ്ങയുടെ കൃപ വേണം കർത്താവേ. Come on, I need your grace, Lord. എനിക്ക് അങ്ങയുടെ കൃപ വേണം And I കർത്താവേ. want to enjoy the love of the Father. എന്ന് മാത്രമല്ല, എനിക്ക് പിതാവിന്റെ സ്നേഹം Come ആസ്വദിക്കണം. on, lift your hands and tell him, Lord, I want to enjoy the love of the Father. കർത്താവേ, പിതാവിന്റെ സ്നേഹം അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Can you stand on your feet എല്ലാവരും അവരുടെ സ്ഥലങ്ങളിൽ എഴുന്നേൽക്കുക. and lift your hands? രണ്ട് കൈകളും ഉയർത്തിപ്പിടിക്കാമോ? From this moment, ഈ നിമിഷം I need the fellowship of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എനിക്ക് വേണം. If you really want it, lift your hands as much as possible, as high as possible. ഇനി നിങ്ങൾക്കത് യഥാർത്ഥത്തിൽ ആവശ്യമുണ്ടെങ്കിൽ എത്രത്തോളം ആ കൈകൾ ഉയർത്തിപ്പിടിക്കാമോ അത്രത്തോളം ഉയരത്തിൽ, അത്രത്തോളം എനിക്ക് സമർപ്പണമുണ്ടെന്ന് കാണിക്കാൻ അത്രത്തോളം ഉയരത്തിൽ ഒന്ന് പിടിക്കാമോ? Thank you, Father. We worship you, we worship you, we worship you. Just move your hands and tell him, Lord, I'm going to have a beautiful fellowship with the dear Holy Spirit from tonight. ഇന്ന് രാത്രി മുതൽ പിതാവേ, പരിശുദ്ധാത്മാവിന്റെ ആ വലിയൊരു കൂട്ടായ്മയിലേക്ക്, മനോഹരമായ ബന്ധത്തിലേക്ക് ഞാൻ വരികയാണ്. Close your eyes and tell him, Lord, I want to have that fellowship, koinonia, relationship with you, Lord. കണ്ണുകൾ എല്ലാവരും അടച്ചു പറഞ്ഞാൽ, പരിശുദ്ധാത്മാവേ, എനിക്ക് ഇന്ന് രാത്രി ആ കൊയ്നോനിയ, ആ ബന്ധം, റിലേഷൻഷിപ്പ് അങ്ങയുമായി ഞാൻ സ്ഥാപിക്കണം.